ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോണത് ഹൈദരാബാദിലെ പെസറട്ടു എന്നൊരു ദോശയാണ്. അതായത് ചെറുപയർ പരിപ്പ് വെച്ചിട്ട് മുഴുവൻ ചെറുപയർ വെച്ചിട്ട് ഉണ്ടാക്കുന്ന ഒരു ദോശയാണ്. ഇറ്റ്സ് വെരി ഹെൽത്തി. ഞാനവിടെ മകൻ്റെ കൂടെ ഹൈദരാബാദിൽ കുറച്ച് നാളുണ്ടായിരുന്നു. അപ്പോൾ അവിടെ തെലുങ്കിലെ ആൾക്കാർ ഉണ്ടാക്കിയതാണ്. നല്ല ടേസ്റ്റി ആയിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഹെൽത്തി സാധനമല്ലേ, നമ്മുടെ ഹെൽത്ത് നോക്കുന്ന പ്രേക്ഷകർക്കായിട്ട് ഞാനിത് ഇവിടെ അവതരിപ്പിക്കാം. അപ്പോൾ അതിലേക്ക് വേണ്ടത് ഒരു 150 ഗ്രാം ചെറുപയറാണ്. അതിൽ കുറച്ച് 2 സ്പൂണ് 3 സ്പൂണ് ഞാൻ അരിയും കൂടെ ഇട്ട് കുതിർത്തിയിട്ടുണ്ട്. ഇന്നലെ ഓവർനൈറ്റ് കുതിർത്തിയതാണ്. അതിനകത്ത് ഒരു കഷ്ണം ഇഞ്ചി, ഒരു 4-5 പച്ചമുളക് ഇത് കാന്താരി മുളകായിരുന്നു ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളൂ. ഇതെല്ലാം കൂടി ചേർത്ത് അരയ്ക്കണം. പിന്നെ ഹെൽത്ത് ഒന്നും കൂടെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഞാൻ എപ്പോഴും ഇലക്കറികൾ ഫുഡിൽ ചേർക്കാറുണ്ട്. എന്ത് ഫുഡാണെങ്കിലും ഞാൻ എപ്പോഴും ഒരു ദിവസം ഒരു നേരമെങ്കിലും 2 നേരമെങ്കിലും ഇലക്കറികൾ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ നമ്മളെ തൊടിയിൽ പച്ചച്ചീര ഉണ്ടായിരുന്നു. അപ്പോൾ 2 തണ്ട് പൊട്ടിച്ചുടന്നു, ഒരു പിടിയുള്ളത്. പിന്നെ കുറച്ച് ധനിയയുടെ ഇല, പിന്നെ ഉപ്പ്, ഇതെല്ലാം ചേർത്ത് നമുക്ക് അരയ്ക്കണം. പിന്നെ അത് കൂടാണ്ട് ഇതിലേക്ക് പറ്റിയ ചട്നി എന്ന് പറയുന്നത് തേങ്ങാ ചമ്മന്തിയോ പുതിന ചമ്മന്തിയോ ഒക്കെ ആവാം. ഞാനിപ്പോൾ പുതിന ഇല്ലാത്തതുകൊണ്ട് തേങ്ങ ചമ്മന്തിയാണ് പരിചയപ്പെടുത്തുന്നത്. തേങ്ങ, കുറച്ച് കൊച്ചുള്ളി, പിന്നെ കാന്താരി മുളക്, ഒരു കഷ്ണം പുളി, ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചി. ഇതെല്ലാം പുളി ഇച്ചിരി മുന്നിലേക്ക് നിൽക്കുന്നതാണ് ഈ ദോശയ്ക്ക് കൂടുതൽ യോജിക്കുക. പിന്നെ നമ്മളുടെ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട്, ഒരു പ്രോട്ടീൻ റിച്ച് ആക്കാനായിട്ട് ഈ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ഒരു മുട്ടയും കുറച്ച് സവാളയൊക്കെ അരിഞ്ഞിട്ട് മുട്ട ഓംലെറ്റ് ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ദോശ ഉണ്ടാക്കുമ്പോൾ കൂടുതൽ ടേസ്റ്റ് ആവാനായിട്ട് ചെറിയ സവാള ഒരു പകുതി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അത് മീതെ വെതറിയിട്ട് നമ്മൾക്ക് നെയ്യ് ഒഴിച്ച് ചുട്ടെടുത്താൽ നല്ല ടേസ്റ്റാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യം തന്നെ ഈ അരിയും 2 വലിയ സ്പൂൺ അരിയും ഒരു 150 ഗ്രാം ചെറുപയറും കുതിർത്തിയതാണ് ഇന്നലെ രാത്രിയിൽ അരച്ച് വരാം. ഈ ചീരയിലിടുന്ന നിർബന്ധമൊന്നുമില്ല. ഞാനിവിടെ എല്ലാ ഫുഡിലും എപ്പോഴും ചീരയിലും ഇലക്കറികൾ ചേർക്കാറുണ്ട്. അതുകൊണ്ട് ഞാൻ ഇടുന്നേ ഉള്ളൂ. പിന്നെ മല്ലിയില ഇട്ടാൽ നല്ല ടേസ്റ്റാണ്. മല്ലിയില ഇടണം, എന്നാലേ രുചി ഉണ്ടാവുള്ളൂ. ഓക്കെ, ഇതെല്ലാം ഒന്ന് നന്നായിട്ട് സ്മൂത്തായിട്ട് അരച്ചു കൊണ്ടുവരാം. അങ്ങനെ ചെറുപയറും ഒരു 150 ഗ്രാം ചെറുപയറും 2 വലിയ സ്പൂൺ അരിയും പിന്നെ ഞാൻ ചീരയിലും ചേർത്തിട്ടുണ്ട്. ചീരയില ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചേർത്താൽ മതി. ഞാൻ ഹെൽത്ത് നന്നായി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടാണ് ചീരയില ചേർക്കുന്നത്. അതും കുറച്ച് മല്ലിയിലയും ചേർത്തിട്ടുണ്ട്. നല്ലപോലെ അരച്ച് ഉടനെ തന്നെ നമുക്ക് ഉണ്ടാക്കാം. ദോശമാവിൻ്റെ പരുവത്തിനേക്കാൾ കുറച്ച് കട്ടിയിലാണെങ്കിലും നല്ലതാണ്. അതായത് പിന്നെ ഊത്തപ്പം പോലെ ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ്. അതുകൊണ്ട് എനിക്ക് ആ ടേസ്റ്റ് ഇഷ്ടമാണ്. വെറുതെ പ്ലെയിൻ ദോശ പോലെ ഉണ്ടാക്കാൻ പറ്റും, മൊരിച്ചെടുക്കാൻ പറ്റും കേട്ടോ. അങ്ങനെ പെസറട്ടു ഗ്രീൻ ദോശ ഫസ്റ്റ് ഇട്ടു. അതിൻ്റെ മീതെ ഞാൻ ഈ സവോള ഇങ്ങനെ ഇട്ടു. അപ്പോൾ അത് ആ വശം മൊരിയുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് പിന്നെ കുറച്ച് നെയ്യും ഒഴിക്കണം. ഞാൻ പശു നെയ്യാണ് ഉപയോഗിക്കാറ്. ഒരു വശം മൊരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പതുക്കെ ഇതൊന്ന് മറിച്ചിടാം. അടുത്ത ദോശയും നമുക്ക് മറിച്ചിടാം. നമ്മളത് മറിച്ചിട്ടിട്ട് ഈ വശം ഉള്ളിയൊക്കെ നല്ലപോലെ ഒന്ന് മൊരിയണം കേട്ടോ. അപ്പോൾ ആ മൊരിയുമ്പോഴത്തെ ആ മണം അപാര മണമാണ്, നല്ല ടേസ്റ്റാണ്. ആ സ്മെല്ലും കൂടെ ദോശയിൽ കയറിയാൽ ഇതുപോലെ ചെറുതായിട്ട് മൊരിയണം. എന്നിട്ടത് നമുക്ക് സെർവ് ചെയ്യും. ഒരു ഓംലെറ്റും കൂടെ ഉണ്ടാക്കുന്നുണ്ട്. നമ്മളുടെ ഈ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ഹൈ പ്രോട്ടീൻ ആക്കാനായിട്ടാണ്.
പിന്നെ ഞാനൊരു കാര്യം കൂടി പറയട്ടെ, ഇത് ഷുഗർ പേഷ്യൻറ്റിന് വളരെ നല്ലതാണ്. ഇത് കാർബോഹൈഡ്രേറ്റ്സ് ഭയങ്കര കുറവാണ്. അതുപോലെ വെയിറ്റ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് 2 ദോശ കഴിച്ചാൽ മതി. മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ഉച്ച വരെയും ഒരു വിശപ്പും ഉണ്ടാവില്ല, അത്രയ്ക്ക് ഹെവിയാണത്. പിന്നെ ഇത് ചെറുപയറെന്ന് പറഞ്ഞാൽ ഹെൽത്തിന് ഏറ്റവും ബെസ്റ്റാണ്. ഏത് മനുഷ്യർക്കും, രോഗികളാണെങ്കിൽ പ്രത്യേകിച്ച്. ഇപ്പോൾ ഡയബറ്റിക്കാർ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതുപോലെ ദോശ ഉണ്ടാക്കി കഴിക്കാൻ ശ്രമിക്കുക. ഡയബറ്റിക്കൊക്കെ കൺട്രോളാവും, നമ്മളുടെ വിശപ്പ് കുറയും ഇത് കഴിക്കുമ്പോൾ. ഓക്കെ, അപ്പോൾ ഞാനിത് പ്രോട്ടീൻ റിച്ച് ആക്കാനായിട്ടാണ് ഞാനൊരു ഓംലേറ്റും കൂടി ഉണ്ടാക്കിയത്. ഞാൻ ഈ ചമ്മന്തിയും കൂടി അരച്ച് കൊടുത്തിട്ടുണ്ട്. തേങ്ങ, പുളി, കുറച്ച് പുളി, പിന്നെ കാന്താരി മുളക്, ഒരു കഷ്ണം ഇഞ്ചി, ചെറിയ ഉള്ളി, ഇതെല്ലാം കൂടിയിട്ട് അരച്ചാണ്, തരിതരിപ്പായിട്ടാണ് അരച്ചിട്ടുള്ളത്. ഇതിൻ്റെ കൂടെ അതാണ് ടേസ്റ്റ്. പിന്നെ കുറച്ച് സാമ്പാറുണ്ട്. അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഫുൾ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക, ഇതുപോലെയൊക്കെ നോക്കുക. ഡയറ്റ് നോക്കുന്നവർക്ക് ഏറ്റവും നല്ലതാണ് ഇങ്ങനെയുള്ള ഓരോ ഭക്ഷണ രീതികൾ. അപ്പോൾ ഇനിയും ഇതുപോലത്തെ റെസിപ്പീസ് തരുന്നതാണ്. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനെല്ലാം പറഞ്ഞു കൊടുക്കുക. അതുമാതിരി ബെല്ലൈക്കൺ അമർത്തുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ. ഈ ദോശയുടെ പേര് ഒന്നുകൂടി പരിചയപ്പെടുത്തുന്നു. ഇത് പെസറട്ടു എന്നുള്ള ദോശയാണ്. ഇത് തെലുങ്ക് നാട്ടിലെ ഫേമസ് ആണ്, എല്ലാ ഹോട്ടലുകളിലും കിട്ടും, ഭയങ്കര ടേസ്റ്റാണ്.